ആ കേന്ദ്രത്തിൻ്റെ ഭരണ വിജയങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് അതിർത്തിയിൽ നിൽക്കുന്ന ഭടന്മാരെ പോലെ നിൽക്കുന്നവരാണ് എനിക്ക് മുന്നിൽ ഈ വേദിയിലുള്ള ആളുകൾ. ആ അതിർത്തിയിൽ നിൽക്കുന്ന ഭടന്മാരുടെ ആ ശുഷ്കാന്തിയാണ് തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും താമര വിരിയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ സഹോദരങ്ങളെല്ലാം എതിരാണ് BJPക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഇന്ന് ഏത് മണ്ഡലത്തിൽ പോയിരുന്നാലും ക്രൈസ്തവ സഹോദര സഹോദരിമാര് കൂട്ടത്തോടെ NDAക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് ആ വിശാല മനസ്കത NDAയുടെ പ്രവർത്തനങ്ങളിൽ സമത്വം, സാഹോദര്യം, സാമൂഹ്യനീതി ഇത് മനസ്സിൽ കാണുന്നത് കൊണ്ടാണ് കൂട്ടത്തോടെ ജനങ്ങൾ NDAയിലേക്ക് വരുന്നത്. NDAയുടെ പ്രവർത്തനങ്ങൾ സ്ക്വാഡ് വർക്കായിട്ട് വീടുകളിൽ പോകുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ ഗോപാലകൃഷ്ണന്റെ വീട്ടിലും എത്തിയിട്ടുണ്ട്, യേശുദാസന്റെ വീട്ടിലും എത്തിയിട്ടുണ്ട്, അഹമ്മദിന്റെ വീട്ടിലും എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് തുല്യത. 1836 സമത്വം എന്ന വാക്ക് ലോകത്തിന് സംഭാവന ചെയ്ത വൈകുണ്ഠസ്വാമിയുടെ മനസ്സിലെ ആഗ്രഹം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ വിമാനത്താവളത്തിന്റെ വികസനം അത് അടിയന്തരമായിട്ട് നടപ്പിലാക്കണം. തിരുവനന്തപുരം വിമാനത്താവളം അതിവേഗതയിൽ തന്നെ വികസിപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം എന്നുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും കേരളത്തിലെ ഭരിക്കുന്ന LDFും പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള UDFും ഒരുമിച്ച് നിന്ന് പ്രമേയം പാസാക്കുകയാണ് വിമാനത്താവള വികസനം വേണ്ട എന്ന. എന്നെ ശ്രമിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ പോകുന്ന തിരുവനന്തപുരത്തുള്ള സമ്മതിദായകർ ചിന്തിക്കണം. ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പോകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ നമുക്ക് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് വിമാനങ്ങളുടെ കുറവാണ്, എണ്ണത്തിലുള്ള കുറവാണ്. ഒരു സാധാരണക്കാരന് ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ വളരെ വലിയ തുക കൊടുക്കണം. തിരുവനന്തപുരം വിമാനത്താവളം വികസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിന്റെ ഏത് പ്രദേശത്തേക്കും വളരെ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും. തിരുവനന്തപുരം വിമാനത്താവളം പെട്ടെന്ന് തന്നെ വികസിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് 1000 വിമാനങ്ങൾ ഓരോ വർഷവും ഇവിടെ വരും. അതിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാർ തിരുവനന്തപുരത്തെത്തും. ഈ യാത്രക്കാർ തിരുവനന്തപുരത്ത് എത്തിയിട്ട് തിരുവനന്തപുരത്ത് ചെലവഴിക്കുന്ന പണം ഹോട്ടലിലായാലും ആശുപത്രികളിലായാലും മെഡിക്കൽ സ്റ്റോറുകളിലായാലും ടെക്സ്റ്റൈൽസുകളിലായാലും ഓട്ടോറിക്ഷ പിടിക്കാനായാലും അതോടൊപ്പം തന്നെ ടാക്സി വാടകയ്ക്ക് എടുക്കാനായാലും അവർ ചെലവഴിക്കുന്ന പണം, ആ പണം തിരുവനന്തപുരത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് ആ പണം എത്തിച്ചേരുന്നു. അവർ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങുമ്പോഴേക്കും ആ പെട്രോൾ കൊടുക്കാൻ നിൽക്കുന്ന ആളിന് പോലും അതിൻ്റെ ഒരു വിഹിതം കിട്ടുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അധിക വരുമാനം തിരുവനന്തപുരത്തിന്റെ സമ്പദ്ഘടനയിലെത്തും. അതിൻ്റെതായ ഒരു നികുതി, ഒരു വിഹിതം തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിക്കും. 10,000 തിരുവനന്തപുരത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കും. നമുക്ക് ഡൽഹിയിലോ ബോംബെയിലോ ബാംഗ്ലൂരോ ഒക്കെ പോകണമെങ്കിൽ ഇന്ന് പോകുന്നതിനേക്കാൾ വളരെ നിരക്ക് കുറച്ചുകൊണ്ട് സാധാരണക്കാരന് യാത്ര ചെയ്യാൻ സാധിക്കും. പുതിയ കേരളം മോദിക്കൊപ്പം മാറിയാൽ, താമരയെ ഭാഗ്യ ചിഹ്നമായി കേരളം സ്വീകരിച്ചാൽ കേരളത്തിന് 1ാം സ്ഥാനം ഇന്ത്യയിൽ നേടാൻ സാധിക്കുമെന്നുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ഈ ഭൂമിയിൽ നിന്ന് ഉയരാൻ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5-6 വർഷക്കാലത്തെ ചരിത്രം എന്ന് പറയുന്നത് 1,32,000 നിന്ന് 5,68,000 താമരയിൽ വോട്ടെത്തിച്ച ചരിത്രമാണ് തിരുവനന്തപുരത്തിന്റെ ചരിത്രം. ആരാധ്യരായ ശ്രീ ഒ രാജഗോപാൽജിയും ശ്രീ കുമ്മനം രാജശേഖരൻജിയും നമ്മുടെ കേരളത്തിൻ്റെ ചുമതലക്കാരായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷിജി, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രി ശ്രീ വി മുരളീധരൻജി, അതുപോലെ തന്നെ കർണാടകയുടെ ഡെപ്യൂട്ടി CM ശ്രീ അശ്വൻജി ഉൾപ്പെടെ വലിയ സദസ്സാണ് വേദിക്കകത്തുള്ളത്. മുഴുവൻ സഹോദരി സഹോദരന്മാർ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ നാരായവേരുകളായ സഹപ്രവർത്തകന്മാരെ,
മാധ്യമ സുഹൃത്തുക്കളെ, പോലീസ് അധികാരികളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. 2-3 കാര്യങ്ങൾ പറയാൻ മാത്രമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കേരളത്തിലെ ഭരണകൂടത്തെ നിയന്ത്രിച്ച മാർക്സിസ്റ്റ് പാർട്ടി കിറ്റിന്റെ പേരിലാണ് അവർ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ട് ചോദിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും കിറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ കിറ്റ് വാങ്ങിക്കൊടുക്കണം. കാരണം ആ കിറ്റിനകത്തുള്ള അരിയും പലവ്യഞ്ജനങ്ങളും മുഴുവൻ തന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. അത് വെക്കാനായിട്ടുള്ള ഒരു സഞ്ചിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ വാങ്ങിയത്. അത് തമിഴ്നാട്ടിൽ നിന്നാണ് ഒരു സഞ്ചിക്ക് 5 രൂപ കൊടുത്തുകൊണ്ട് വാങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നിൽക്കുന്ന ഓഡിറ്റോറിയം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിനകത്താണ്. ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഏറെ അധിക്ഷേപങ്ങൾ എൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയായിട്ടുള്ള ശ്രീമാൻ കടകംപള്ളി നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ എനിക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. മറ്റൊന്നുമല്ല, ഈ മണ്ഡലത്തിലേക്ക് ഒരു കേന്ദ്രമന്ത്രി പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ശ്രീമാൻ വി മുരളീധരൻ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹം കേരളത്തോട് സംവദിക്കാനുള്ള അത്രയും കാര്യങ്ങൾ സംവദിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും കടകംപള്ളി അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തെ മിനിഞ്ഞാന്ന് ശ്രീമാൻ യോഗി ആദിത്യനാഥ് പങ്കെടുത്ത പരിപാടിയിലേക്ക് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി നമ്മൾ ക്ഷണിച്ചിരുന്നു. തിരക്കുള്ളത് കൊണ്ടാണോ അതോ പരിപാടി കടകംപള്ളിയിലായതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം അവിടേക്ക് വന്നില്ല. ഇന്ത്യയുടെ നായകൻ, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ഇന്ന് കഴക്കൂട്ടത്തിന്റെ മണ്ണിൽ തന്നെ പാദസ്പർശം നടത്തുന്നുണ്ടെന്നും ആ പരിപാടിയിലേക്ക് ശ്രീമാൻ കടകംപള്ളി വരണമെന്നും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇടത്തോ വലത്തോ ഒന്ന് പരിശോധിച്ചു നോക്കണം. എവിടെയെങ്കിലും ആ മഹാനുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിക്കണമെന്ന് എൻ്റെ സഹപ്രവർത്തകരെ അറിയിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. കഴക്കൂട്ടത്തെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത്, 50 വർഷമായി ഇടത് വലത് മുന്നണികൾ വികസനം തടഞ്ഞ ഈ കഴക്കൂട്ടത്തിന്റെ മണ്ണിലേക്ക് പ്രിയപ്പെട്ടവരെ 1121 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മോദി സർക്കാർ ഈ നാട്ടിലേക്ക് ഒരു ബൈപ്പാസ് കൊടുത്തു. ഇവിടെ 128 കോടിയിലകം അധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഫ്ലൈ ഓവറിന് വേണ്ടി പണം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടുത്തെ വോട്ടർമാരോട്, സഹോദരി സഹോദരന്മാരോട് ചോദിക്കുന്നത്, ഒരു MLA പോലും കഴക്കൂട്ടത്തു നിന്ന് ജയിച്ചിട്ടോ ഒരു MP-യെ തിരുവനന്തപുരത്തു നിന്ന് തന്നിട്ടോ അല്ല ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ ശ്രീമാൻ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. എന്നാൽ പിന്നെ ഞാൻ പോയാൽ പോരെ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തേക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 1300 കോടി, അതിൻ്റെ 10 ഇരട്ടിയായി ഇവിടേക്ക് വാങ്ങിക്കൊണ്ടുവരാൻ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകളായി ജനിച്ച് ഈ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിച്ച് ശ്രീമാൻ വി മുരളീധരൻജിയോടൊപ്പം കേരളത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയോടൊപ്പം അമിത്ഷാജിയോടൊപ്പം പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിക്കുന്ന എന്നെ നിയമസഭയ്ക്കകത്തേക്ക് വിടുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്തേക്ക് ഒരു മെട്രോ വേണമെങ്കിൽ അത് നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീമാൻ പീയൂഷ് ഗോയലിനോട് പറഞ്ഞാൽ പോരെ. ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും സൈബർ സിറ്റിയുടെയും നാടാണ് ഈ കഴക്കൂട്ടം. ഈ കഴക്കൂട്ടത്തെ ലോകശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ലോകരാജ്യങ്ങൾ വരെ ഉറ്റുനോക്കുന്ന രീതിയിൽ കഴക്കൂട്ടത്തിന്റെ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരവസരം തന്നുകൂടെ എന്നുള്ള ചോദ്യം അവരുടെ മുന്നിൽ ഉന്നയിക്കുമ്പോൾ 2 സ്ഥാനാർത്ഥികളും, ദൈവികമായി ഞാൻ പറയട്ടെ, 2 സ്ഥാനാർത്ഥികളും
അതൊക്കെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയുമോ? അയ്യപ്പൻ്റെ വിശ്വാസത്തെ തകർക്കാൻ, ആ ശബരിമലയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് വിശ്വാസികൾക്കെതിരെ, വിശ്വാസത്തിനെതിരെ, ആ വിശ്വാസത്തെ ഹനിക്കാൻ നിന്ന ശ്രീമാൻ കടകംപള്ളി ഒന്നാം സ്ഥാനത്ത് പറഞ്ഞു, അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം എന്നുള്ളത് അത് യുവതികൾ അവിടേക്ക് ചെന്നാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണോ എന്ന് ചോദിച്ച് ഇവിടുത്തെ ഓരോ സഹോദരനെയും സഹോദരിയെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആചാരത്തെ തകർക്കാൻ ഒന്നാമനായി നിന്ന് ശ്രീമാൻ കടകംപള്ളിയും LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥി അന്ന് ബ്ലോഗ് എഴുതിക്കൊണ്ട് പറഞ്ഞത് വിപ്ലവം നടക്കേണ്ടത് ശബരിമലയ്ക്കകത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം നമുക്കുറപ്പായി, കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ അയ്യന്റെ ആചാരത്തെ തകർക്കണമെന്ന് ആഗ്രഹിച്ച 1-ാം നമ്പറുകാരൻ ശ്രീമാൻ കടകംപള്ളിയും അതുപോലെ തന്നെ 2-ാം നമ്പറുകാരൻ UDFന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ കഴക്കൂട്ടത്തെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ആര് രണ്ടാമനാകണം എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് എന്നത് മാത്രമാണ് ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിലുള്ള ചോദ്യം. പിണറായിയുടെ മകള് വീണയ്ക്കും മകനും വേണ്ടാത്ത ഈ ചെങ്കൊടി പിടിക്കാൻ, എന്നിട്ട് ക്രിമിനലാകാൻ എന്തിനാണ് ഈ പാവപ്പെട്ട നമ്മുടെ അമ്മമാരുടെ മക്കൾ പോകുന്നത്? ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പട്ടികജാതിക്കാരന്, പട്ടികവർഗക്കാർക്ക് അവരുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക്, കൊച്ചു കുട്ടികൾക്ക് പഠിക്കാനുണ്ടല്ലോ. വിദ്യാഭ്യാസം നടത്താൻ ഒരു മുറി നിർമ്മിക്കാൻ 2 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് ശ്രീമാൻ നരേന്ദ്രമോദി കൊടുക്കാൻ തീരുമാനിച്ചു. ആ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് 2 ലക്ഷം രൂപയുടെ എത്ര പഠനമുറികൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ, ആ ഇടതുപക്ഷത്തെ നിയന്ത്രിക്കുന്ന CPIM ഈ കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള അനന്തപുരിയിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാകണം എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അത്തരത്തിലുള്ള കോളനികളിലെല്ലാം യാത്ര ചെയ്തു. ആ കോളനികളെല്ലാം ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്നുള്ളത്, കേരള നിയമസഭയ്ക്കകത്ത് ഈ ഇരിക്കുന്ന മുഴുവൻ മഹാരഥന്മാരായ നേതാക്കന്മാർ കേരള നിയമസഭയ്ക്കകത്തേക്ക് വരാൻ പോകുന്ന നാളുകളിൽ ഒരു ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ ആ നിയമസഭയ്ക്കകത്തേക്ക് കടന്നു ചെന്നാൽ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരന്റെയും കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുമെന്നത് മാത്രമല്ല, ഇവിടത്തെ പാവപ്പെട്ടവൻ, അവഗണിക്കപ്പെട്ടവൻ, ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ, ഇവിടുത്തെ സാധാരണക്കാരൻ, ഇവിടുത്തെ കൂലിപ്പണി ചെയ്യുന്നവർ, അവരുടെ ആത്മാവിൻ്റെ ശബ്ദമായി, അവരുടെ ചിന്തയായി, അവർക്കുള്ള വെളിച്ചമായി വർത്തിക്കാൻ ശ്രീമാൻ കുമ്മനം മുതൽ ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും കേരള നിയമസഭയ്ക്കകത്തേക്ക് ഇനിയുമുണ്ട്. ശ്രീമാൻ മെട്രോ ശ്രീധരൻ, ശ്രീമാൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, തൃശ്ശൂരിലെ ശ്രീമാൻ സുരേഷ് ഗോപി ഉൾപ്പെടെ നമ്മുടെ സഹപ്രവർത്തകന്മാർ ഒരുമിച്ച് ജനാധിപത്യ വിശ്വാസികളെ കണ്ട് അവരോട് വോട്ട് ചോദിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നേറ്റം കേരള നിയമസഭയ്ക്കകത്ത് സാധാരണക്കാരന്റെ ശബ്ദമായി മാറും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ നമ്മളെ മതവിദ്വേഷികൾ എന്ന് വിളിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കടകംപള്ളി എല്ലാ കവലകളിലും പറഞ്ഞു. കാരണം അതിനെ ആധികാരികമായി അദ്ദേഹം പറഞ്ഞത്, UPയുടെ മുഖ്യമന്ത്രി ലവ് ജിഹാദിനെതിരെ നിയമം നിർമ്മിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ശ്രീമാൻ കടകംപള്ളിയോടും അതിന്റെ തൊട്ടു മുമ്പ് ശ്രീമാൻ ശശി തരൂർ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ശ്രീമാൻ കടകംപള്ളിയും അതുപോലെ തന്നെ ശ്രീമാൻ ശശി തരൂരും ഉത്തരം പറയണം. ഞാനും ഒരു 24 വയസ്സുള്ള മകൻ്റെ അമ്മയാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മകന്റെ പ്രായമുള്ള കേരളത്തിലെ ജോസഫേട്ടന്റെ മകൾ ജസ്ന, ആ പെൺകുട്ടി എവിടെയുണ്ട് ശ്രീമാൻ കടകംപള്ളി? നിങ്ങൾ ഉത്തരം പറയണം. ആ കുട്ടി സിറിയയിലേക്ക് പോയോ? ആ കുട്ടി ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി ഭീകരവാദികൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് ഇത് ഞങ്ങളല്ലല്ലോ പറയുന്നത്, കുട്ടിയുടെ കുടുംബം. ആ കുടുംബം ആഗ്രഹിക്കുന്നു തൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, ആ കുട്ടി മരണപ്പെട്ടോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജോസഫേട്ടന്റെ കുടുംബത്തോട് ശ്രീമാൻ കടകംപള്ളിയും ശ്രീമാൻ ശശി തരൂരും മറുപടി പറയണം. ഈ ലവ് ജിഹാദ് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികളെ കാണാതാകുന്നു? സ്നേഹിക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയെ അവൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സ്നേഹിക്കാം.
കല്യാണം കഴിക്കാം. അവർ കുട്ടികളുമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. യഥാർത്ഥത്തിലുള്ള പ്രണയമാണെങ്കിൽ ഞങ്ങളൊക്കെ വന്ന് ആ താലികെട്ട് ചടങ്ങില് നിങ്ങളോടൊപ്പം ഉണ്ടാകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വീട്ടിലെ ഇതുപോലെയുള്ള കുട്ടികളെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി അവള് ഷാക്ക് ഉടുത്ത് സിറിയയില് ആട് മേയ്ക്കാൻ പോകുമ്പോ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇതൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്, ഇവിടുത്തെ പോലീസ് മന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടി അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. മാത്രവുമല്ല, കേരള പോലീസിന്റെ മുകളിൽ ഒരു പോലീസ് മന്ത്രി ഉണ്ടെന്നും ആ പോലീസ് മന്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉലക നായകനായിട്ടുള്ള ശ്രീമാൻ അമിത് ഷാജിയാണെന്നും ബോധ്യം ഇവിടുത്തെ കേരളത്തിന്റെ ഭരണകൂടത്തിനുണ്ടാകണം. കാരണം തീവ്രവാദികളെ, ഭീകരവാദികളെ ഈ നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ജനാധിപത്യ സമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം എന്നാണ് ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. 34 വർഷം ഭരിച്ച ബംഗാൾ, 24 വർഷം ഭരിച്ച ത്രിപുര, അതുപോലെ കേരളത്തിൽ സർവനാശം വിതയ്ക്കുന്ന ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ആ പാർട്ടി ഉണ്ടല്ലോ, ഇവിടെ വ്യവസായികളെ ഒരു വ്യവസായം പോലും തുടങ്ങാൻ സമ്മതിക്കാതെ കണ്ണൂർ ലാന്തൂരിലെ സാജൻ എന്ന് പറയുന്ന വ്യവസായി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കയ്യിലുള്ള സമ്പാദ്യം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചെറിയ കച്ചവടം തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ, ആ സാജൻ ഒരു സംരംഭം തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ സാജന്റെ സംരംഭത്തെ തകർത്തുകൊണ്ട് ആ സാജനെ കൊലക്കയറ് കൊടുത്തവരാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർ. ആ സാജൻ ഇവിടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. കൊല്ലം ജില്ലയിലെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കൊല്ലം ജില്ലയിലെ ഗൾഫിൽ പോയി പണിയെടുത്ത് കിട്ടിയ അതേ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു സാധാരണക്കാരൻ അദ്ദേഹം ഇവിടെ ഒരു കൊച്ചു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ അതിനെയും തകർത്തു കളഞ്ഞു. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്നുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും LDF വരും, എല്ലാം ശരിയാകുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ച് ഇവിടേക്ക് വ്യവസായ നിക്ഷേപം കൊണ്ടുവന്നോ? ഇവിടുത്തെ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ അത് നിങ്ങൾ വർദ്ധിപ്പിച്ചോ? പരമ്പരാഗത തൊഴിലാളികളെ നിങ്ങൾ രക്ഷിച്ചോ? അതോ നിങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സാങ്കേതിക വൈദഗ്ധ്യത്തിനോടുകൂടി ഇവിടുത്തെ ആളുകൾക്ക്, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, ഇവിടുത്തെ പ്രതിഭകൾക്ക് അവർക്ക് വീടിനെയും നാടിനെയും ഉപകാരികളായി മാറാൻ സാധിക്കുന്ന സാഹചര്യം അത് നിങ്ങൾ ഒരുക്കി കൊടുത്തുവോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഇല്ല. മറിച്ച് നിങ്ങൾ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, 10 വർഷമായിട്ട് എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്താണ്? മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഈ കേരളത്തിൽ പാലക്കാട് ജോലിയില്ല പോട്ടെ, മനസ്സമാധാനമായി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പെൺകുട്ടികൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടോ ഈ കേരളത്തിൽ? പാലക്കാട് അട്ടപ്പള്ളത്ത് 8 വയസ്സുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നു. ആ കൊന്ന ക്രിമിനലുകൾക്ക് പിറകിൽ കാവൽ നിന്നു ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം. അങ്ങനെ നിങ്ങൾ ആ പെൺകുട്ടിയുടെ അമ്മ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഒന്നും നിങ്ങൾ അന്വേഷിക്കാതെ അമ്മയുടെ മുന്നിൽ നിങ്ങൾ അവിടുത്തെ ക്രിമിനൽ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ശ്രീമാൻ കടകംപള്ളി ഇവിടെ അടുത്തുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. മിസ്റ്റർ കടകംപള്ളി, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കളിയാക്കിയ ഞാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാരിലെ ഏറ്റവും ആദ്യം ആ അമ്മയുടെ കുടുംബത്തെ സന്ദർശിച്ചുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞത്, നമുക്കൊരു പൗരസമിതി ഉണ്ടാക്കണം, നമുക്ക് ഈ വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയ്ക്ക് കൈ കൊടുത്ത രാഷ്ട്രീയ ലീഡർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരി, ഒരു സാധാരണക്കാരിയായ രാഷ്ട്രീയ പ്രവർത്തക, അത് എൻ്റെ കഴക്കൂട്ടത്തെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് സാധിക്കും. പക്ഷേ അന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പക്ഷേ അന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നുവെങ്കിൽ അമ്മയുടെ പരാതി അതൊന്ന് പരിശോധിക്കാനും പഠിക്കാനും വേണ്ടി പാലക്കാടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഒരു മാധ്യമ പ്രവർത്തകരുടെയും കൂട്ടുപിടിച്ചല്ലാതെ, ഒരു മാധ്യമത്തിനെ പോലും അറിയിക്കാതെ ആ പാലക്കാടിലെ പോലീസ് ഓഫീസറുടെ മുന്നിൽ, SP-യുടെയും DYSP-യുടെയും മുന്നിൽ ചെന്നിരുന്ന് ഞാൻ അവിടെ ചെന്നുകൊണ്ട് ആവശ്യപ്പെട്ടത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനെ പോലീസ് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാക്കി ഉപയോഗിക്കുന്നവരാണ്,
നിങ്ങളുടെ കാക്കിയെ ഞങ്ങൾ ഹൃദയപൂർവ്വം ചേർത്ത് വെക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കേസ് കൃത്യമായി അന്വേഷിക്കണമെന്ന് ആ പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും അവരതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഭരണകൂടം അവരെ തയ്യാറാക്കിയില്ലെന്ന് മാത്രമല്ല, രണ്ടാമത്തെ കുട്ടിയെയും കൊന്ന് കെട്ടിത്തൂക്കിയ ഈ കേരളത്തിന്റെ മണ്ണിൽ കേരള നിയമസഭയ്ക്കകത്ത് ഞാൻ പോകണമെന്നതിന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി കേരളത്തിലെ മുഴുവൻ വീടുകൾക്കകത്ത് ഇരിക്കുന്ന പെൺകുട്ടികളുടെ അമ്മയായി വർത്തിക്കാനാണ് എന്നുള്ള ആ ഒരൊറ്റ കാര്യം ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നാകാം, നമുക്ക് ഒരുമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളിൽ UDF-ലെ പലരും, കോൺഗ്രസിലെ സഹോദരി സഹോദരന്മാർ, അവർക്കറിയാം കഴക്കൂട്ടത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇത്തവണ നമ്മുടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്താലേ ആ ദൗത്യ പൂർത്തീകരണം നടക്കൂ എന്നവർക്കറിയാം. അതിനവരെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുവാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. വേദിയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, ഗുരുജനങ്ങൾ, പ്രിയ സഹോദരങ്ങൾ, മുന്നിലിരിക്കുന്ന BJPയെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഏത് സംസ്ഥാനം അല്ലെങ്കിൽ ഏത് രാജ്യത്തിനും അവരുടെ തലസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. തലസ്ഥാനം നന്നായാൽ ബാക്കി രാജ്യമല്ലേ സംസ്ഥാനം നന്നായിരിക്കും. എന്നാൽ കേരളത്തിൽ മാത്രം തിരുവനന്തപുരത്തെ, അതിസുന്ദരമായിരുന്ന തിരുവനന്തപുരത്തെ അവഗണിക്കുക മാത്രമല്ല, ഇന്ന് ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഏത് ഭാഗമെടുത്ത് നോക്കിയാലും. അല്പം മുമ്പ് സഹോദരൻ ശ്രീ VV രാജേഷ് എയർപോർട്ടിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതുപോലെ തന്നെ സഹോദരി ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, പുള്ളിക്കാരിയും തിരുവനന്തപുരത്തെ നശിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് വിശ്വാസത്തിന്റെ പേരിലായാലും ഏതിന്റെ കാര്യത്തിലായാലും നമ്മളൊന്ന് ആലോചിക്കുക. തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നമുക്ക് സെക്രട്ടേറിയറ്റ് ഉണ്ട്, മഹാക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. നമ്മൾ കുറച്ച് തീരദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാം അവഗണനയുടെ മറ്റൊരു മുഖം. ശംഖുമുഖം കടപ്പുറം വെട്ടിക്കുഴിച്ചിട്ട് ഇന്ന് 3-3.5 വർഷമായിരിക്കുകയാണ്. എയർപോർട്ടിലോട്ട് പോകാൻ വയ്യ. അവിടെ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ നോക്കിയാൽ അതിനേക്കാൾ ദയനീയമാണ്. നമ്മൾ ഇതുവരെ സിറ്റിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അതിമനോഹരമായ കെട്ടിടങ്ങളുണ്ട്, നല്ല നല്ല കാറുകളുണ്ട്, വീടുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രചരണവുമായി ബന്ധപ്പെട്ട് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ലൈനുകൾക്ക് അകത്തോട്ട് പോയപ്പോഴാണ് യഥാർത്ഥ ജീവിതം കാണുന്നത്. പ്രത്യേകിച്ച് കോളനികൾ, അതിനകത്ത് ദുരിതമാണ് ജീവിതം. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളെ പറ്റി വാദോരാതെ എല്ലാവരും പറയും. പക്ഷേ ഈ മത്സ്യത്തൊഴിലാളികളെ കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് പറ്റിച്ച് വഞ്ചിച്ച് അവരെ വോട്ട് ബാങ്കാക്കി കിടത്തിയിരിക്കുന്ന കാണണമെങ്കിൽ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന വീടുകൾ പോയി കാണണം. 100-200 സ്ക്വയർ ഫീറ്റിനകത്ത് 10-12 പേര് ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ വീട് പോയി കാണുമ്പോൾ അതിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ വീണുകൊണ്ടിരിക്കുന്നു. കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ അകത്ത് രാത്രി കിടത്താൻ പോലും പറ്റുന്നില്ല, വീട്ടിന്റെ വരാന്തയിലാണ് കിടക്കുന്നത്. ഇതൊക്കെ നമ്മളൊന്നും കാണേണ്ടതാണ്, അറിയേണ്ടതാണ്. ഇവർക്കാണ് നമ്മൾ വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിക്കുന്നത്. വിജയിപ്പിച്ചവരിൽ ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വികസനം നടത്തുന്നുണ്ടെന്ന് ഒരു സിറ്റിംഗ് MLA ഉണ്ട്, ഒരു സിറ്റിംഗ് അല്ലാത്ത MLA ഉണ്ട്. ഇവരെല്ലാം കൂടി വിശദീകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വികസനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ മണ്ഡലത്തിൽ കാണാവുന്ന ഒരു വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴക്കൂട്ടം മുതൽ കാരോട് വരെ ഒരു ബൈപ്പാസ് മാത്രമാണ്. പക്ഷേ അവിടുത്തെ MPയും MLAയും എല്ലാം ചിരിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന വികസനം എന്ന് പറഞ്ഞ ഫ്ലെക്സുകൾ ഇതിന്റെ ചുറ്റും വെക്കാറുണ്ട്, ഒരു ഒളിപ്പുമില്ലാതെ. ജനങ്ങളെ, നമ്മളിതൊന്ന് തിരിച്ചറിയേണ്ടതാണ്. നമ്മളെ എത്ര കാലം ഇങ്ങനെ വഞ്ചിക്കും? ഇതിന് കൂട്ടു നിൽക്കുന്നത് നമ്മൾ തന്നെയല്ലേ ഒന്ന് ആലോചിക്കുക. ഈ വരുന്ന 6-ാം തീയതി നമ്മളുടെ വിരൽത്തുമ്പിൽ അധികാരമിരിക്കുകയാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഈ വഞ്ചകരെ വേണോ അതോ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നല്ല ഒന്നാം തരം മിടുക്കരായ സ്ഥാനാർത്ഥികൾ ഇരിക്കുന്നു, ഇവരെയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സഹോദരി ശോഭ പറഞ്ഞതുപോലെ അവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടത്താൻ ഒരു പ്യൂണിന്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് നടത്താവുന്നുള്ളൂ. നിയമസഭയിലേക്ക് നമ്മളെ ജയിപ്പിച്ചു വിടൂ, നമുക്ക് നേരിട്ട് കാര്യങ്ങൾ നടത്താം. നമുക്കൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ ശബരിമല വിഷയം പറയുമ്പോഴത്തേക്ക് സീസണലാണ്. ചില കാലത്ത് അയ്യപ്പനെ പറ്റി എന്തും പറയാം, ഹിന്ദു വിശ്വാസങ്ങളെ പറ്റി എന്തും പറയാം. പക്ഷേ ഇവിടെ ഹിന്ദു വിശ്വാസം മാത്രമല്ല പ്രശ്നം, സകല മത വിശ്വാസികളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളുടെ
ആചാരങ്ങളും വിശ്വാസങ്ങളും ഇത്ര നിഷ്പ്രയാസം തകർക്കാൻ കഴിഞ്ഞാൽ അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ നാളെ നിങ്ങൾ മൈനോറിറ്റി എന്ന് പറയുന്ന ന്യൂനപക്ഷത്തിന്റെ വിശ്വാസങ്ങൾ നിഷ്പ്രയാസം തല്ലി തകർക്കും. അതുകൊണ്ട് ഓർത്തോണം, ഈ കാട്ടാള ഭരണകൂടത്തിനെതിരെ വിധി എഴുതാൻ പറ്റിയൊരു അവസരമാണ് ഈ വരുന്ന 6-ാം തീയതി. ഒപ്പം ഈ കാട്ടാള സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തുന്ന കോൺഗ്രസുകാരെയും നമ്മൾ ഇല്ലാതാക്കേണ്ട ഒരു അവസരമാണ് ഈ വരുന്ന 6-ാം തീയതി. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, സഹോദരികളെ, ഒന്ന് ഓർക്കുക, ഈ കിട്ടുന്ന അവസരം പാഴാക്കാതെ ഈ രണ്ട് കാപാലികന്മാരെയും രണ്ട് കൂട്ടരെയും നമ്മൾ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കണം. ഇതൊരു സുവർണ അവസരമാണ്. നിങ്ങളുടെ വിരൽ തുമ്പുകൾ കൃത്യമായി താമരയിൽ കുത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും. വിശ്വസിക്കൂ. നന്ദി, നമസ്തേ. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നന്ദി, നന്ദി, 1000 നന്ദി. ഇതിനകം തന്നെ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും അവിടെയുള്ള ജനങ്ങളും നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതേവരെ നരേന്ദ്രമോദിയെ വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല. മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളും നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയെ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രസക്തിയും പ്രാധാന്യവും. ഇടതും വലതും കഴിഞ്ഞ 65 വർഷമായി കേരളം ഭരിക്കുന്നു. ഇന്നും ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് യാതൊരു പുരോഗമനവും തൊഴിലവസരങ്ങളോ വ്യവസായങ്ങളോ കാര്യമായ വ്യവസായങ്ങളോ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇവിടെ അടുത്ത കാലത്ത് കേരള മുഖ്യമന്ത്രി വളരെ രസകരമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. കേരളത്തിൽ BJPക്കുണ്ടായ ഒരു സീറ്റ് ആ അക്കൗണ്ട് അവസാനിപ്പിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കെല്ലാവർക്കും, സാമാന്യബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഇടതും വലതും കൂടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ BJPയുടെ ഒരു സീറ്റിനെ ഈ രണ്ടു കൂട്ടരും ചേർന്ന് അവസാനിപ്പിക്കാമെന്നുള്ളത്. ഈ സഹകരണ അടിസ്ഥാനത്തിലുള്ള ഈ ഭരണം നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. രണ്ടു കൂട്ടരും പരസ്പരം കുറ്റം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഭരണത്തിൽ അവർ രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻറ്റുമാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച നമ്മുടെ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ റോഡിൽ അലയുന്നു. അതിന് കാരണക്കാരാരാണ്? കേരളത്തിലൊരു വികസനം കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഏത് വ്യവസായി ഇവിടെ പണം മുടക്കിയാലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. വ്യാവസായികമായി വികസിക്കാത്ത ഒരു സംസ്ഥാനവും ഒരു രാജ്യവും ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല. சகோதரன்மாரே சகோதரிமாரே 57 இருந்து இன்றைக்கு வரை லெப்டும் காங்கிரசும் மாறி மாறி ஆட்சி செய்தார்கள். ஆனால் எந்த மாற்றமும் வரவில்லை. ஓமன் சண்டி வந்தார். சோலார் எனர்ஜி ஸ்கேண்டல் வந்தது. சரிதா நாயர் கதாநாயகியாக இருந்தார். அருமை தோழர் சகோதரர் பினராயி விஜயன் வந்தார். சொப்பன கடத்தல் வந்தது. சகோதரி சொப்னா அவர்கள் வந்தார்கள். பெயர்தான் மாறி இருக்கிறதே தவிர ஊழலிலே மாற்றம் இல்லை. இரண்டும் ஒரு பக்கத்தினுடைய ஒரு நாணயத்தினுடைய இரண்டு பக்கங்கள் என்பதை மறந்து விடாதீர்கள். ஏதாவது பினராயி விஜயனாலே ஒன்றை சுட்டிக்காட்ட முடியுமா? மோடி கடந்த பிப்ரவரி மாதம் கொச்சிக்கு வந்தார்கள். 6000 கோடியில் 3 உன்னதமான திட்டங்களை தந்தார்கள். பெட்ரோ கெமிக்கல் காம்ப்ளெக்ஸை கேரளத்துக்கு அள்ளி தந்தார் மோடி அவர்கள். பினராயி விஜயன் அவர்களே, 5 ஆண்டுகள் உறங்கிக் கொண்டிருக்கிறீர்களே கும்பகர்ணனை போல. ஒரே ஒரு ப்ராஜெக்டை நீங்கள் கோடிட்டு காட்டுங்கள். ஒன்லி ஒன் ப்ராஜெக்ட்
that is going to give employment opportunity for the youngsters of Kerala. നീണ്ട 64 വർഷം ഇവിടെ ഭരിച്ചത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറിയാണ്. പക്ഷേ കേരളത്തിൽ എന്തുണ്ടായി? ഒരു വികസനവും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഇന്നും കടക്കെണിയിൽ ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ വന്ന് നിൽക്കുകയാണ്. ഖജനാവിൽ പണമില്ല, നമുക്ക് കഴിക്കാൻ ആഹാരമില്ല, നമുക്ക് ചെയ്യാൻ തൊഴിലില്ല, കയറിക്കിടക്കാൻ ഇടമില്ല. കേരളത്തിൽ ഒന്നും ഇല്ലാതാക്കിയത് ആരാണ്? 64 വർഷക്കാലം കേരളം മാറി ഭരിച്ച LDFും UDFുമാണ്. നമുക്കറിയാം 1967 ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിക്കൊണ്ട് കുടികിടപ്പ് അവകാശം കൊടുത്തു. അവരൊക്കെ ഇന്ന് എങ്ങനെ കഴിയുന്നു? ഇന്ന് കോളനികളിൽ അവർക്ക് ഭൂമിയില്ലാതെ അവർ കഷ്ടപ്പെടുകയില്ല. അവർക്ക് ഭൂമി വേണ്ടേ? അവർക്ക് കിടക്കാനൊരിടം വേണ്ടേ? അന്ന് കിട്ടിയ 7 സെൻറ്റ് 10 സെൻറ്റുകളിൽ ഇന്ന് അവർ കഴിയുന്നു. എത്ര കുടുംബങ്ങളായി 3-4 തലമുറകൾ കഴിഞ്ഞു. അവർക്ക് ഭൂമി വേണ്ടേ? NDA വാഗ്ദാനം ചെയ്യുന്നു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, 2ാം ഭൂപരിഷ്കരണ നിയമം ഈ കേരളത്തിൽ നടപ്പാക്കും. 2ാം ഭൂപരിഷ്കരണ നിയമമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുക്കും, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കും. നമുക്കറിയാം 3.5 ലക്ഷം പേർ കേരളത്തിൽ ഭൂമിയില്ലാത്തവരാണ്, ഭൂരഹിതരാണ്. അവർക്ക് ഭൂമി കൊടുക്കാൻ കഴിഞ്ഞോ? 1975 ഇവിടുത്തെ അധസ്ഥിതരായിട്ടുള്ള ആദിവാസി സഹോദരങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, അന്യാധീനപ്പെട്ടു പോയ ഭൂമി കൊടുക്കാൻ നിയമമുണ്ടായി. ഈ കേരള നിയമസഭ നിയമം പാസാക്കി ഭൂമി കൊടുത്തോ? എന്തുകൊണ്ട് ഇന്നേ വരെ ആദിവാസി സഹോദരങ്ങൾക്ക് ഭൂമി കൊടുത്തില്ല? NDA ഉറപ്പ് നൽകുന്നു, അത് LDF നൽകുന്ന ഉറപ്പല്ല. ആ ഉറപ്പിൽ ഒരു തരത്തിലും വാഗ്ദാനമില്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. NDA നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഇവിടെ 2ാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഭൂരഹിതർക്കും അധസ്ഥിതർക്കും സാധാരണക്കാർക്കും പാവങ്ങൾക്കും അവർക്ക് കിടക്കാനിടമുണ്ടാകും, കൃഷി ചെയ്യാൻ ഭൂമി ഉണ്ടാകും, അവർക്കതിനാവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു കൊടുക്കും. ഏതാണ്ട് 5.5 ലക്ഷം ഹെക്ടർ വരുന്ന പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയിന്മേൽ ഇന്നും തീരുമാനമെടുക്കാൻ കഴിയാത്തവരാണ് LDFും UDFും. എന്തുകൊണ്ട് അക്കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ LDFും UDFും ശ്രമിക്കുന്നില്ല? അതുകൊണ്ട് 2ാം ഭൂപരിഷ്കരണ നിയമം ഉണ്ടാകും. രണ്ടാമതായി ഞാൻ പറയുന്നു, 1936 ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായി. എല്ലാവർക്കും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായി. 1985 പാലിയം വിളംബരമുണ്ടായി. ഇവിടെ എല്ലാവർക്കും യോഗ്യത അനുസരിച്ച് തന്നെ പൂജ ചെയ്യാം എന്നുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ലഭിച്ചു. അങ്ങനെ 2 മഹാചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കേരളത്തിൽ 2021 ഒരു ഭരണമാറ്റത്തിലൂടെ NDA അധികാരത്തിലെത്തുമ്പോൾ ഞാൻ പറയുന്നു, കേരളത്തിൽ ക്ഷേത്ര ഭരണാവകാശ വിളംബരമുണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്. ഈ കേരളത്തിലെ ഭക്തജനങ്ങൾക്ക്, അവരാണ് കാണിക്കവഞ്ചിയിൽ പണമിടുന്നവർ, അവരാണ് വഴിപാട് നടത്തുന്നവർ, അവരാണ് വിശ്വാസി. അവർക്ക് ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ള അവകാശം കിട്ടണം. ആ ക്ഷേത്ര ഭരണത്തിൽ പങ്കാളിത്തമുണ്ടാകണം. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറയുന്നു, ഒരു വലിയ വിളംബരം 1936 ശേഷം ഉണ്ടായിരിക്കുന്ന, അതിനുശേഷം നടന്ന പാലിയം വിളംബരത്തിനും ശേഷം ഇവിടെ നടക്കാൻ പോകുന്ന മറ്റൊരു വിളംബരമാണ് ക്ഷേത്ര ഭരണ പ്രവേശന വിളംബരം. ഭക്തജനങ്ങൾക്ക് അവരുടെ ക്ഷേത്രങ്ങളിൽ, ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഭരിക്കാനുള്ള അവകാശം, ഭരണ പങ്കാളിത്തത്തിന് ഉള്ളൊരവകാശം അവർക്ക് നേടിയെടുത്ത് കൊടുക്കേണ്ടതുണ്ട്. 1982 ശങ്കർ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് ഹൈക്കോടതി വിധി പലതുമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്തവരാണ് LDFും UDFും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ശബരിമലയിൽ നാം കണ്ടു, ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ വികാരാവേശവും വിശ്വാസ സങ്കല്പങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? ഇന്ന് കോൺഗ്രസ് പറയുന്നു, എന്തുകൊണ്ടാണ് ഈ BJPക്കാർ കേന്ദ്രത്തിൽ ഭരണമുണ്ടായിരുന്നിട്ട് ശബരിമലയ്ക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കാത്തത് എന്ന് ചോദിക്കുന്നു. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, കേന്ദ്രത്തിൽ അങ്ങനെ ഭരണം, അവിടെ ഒരു നിയമം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടി ഒരു ബില്ലുണ്ടാക്കി നിയമം ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ പറയുന്നതിന് കാര്യം എന്താണ്? നമുക്ക് കേരളത്തിലെ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റാണ് ഭേദഗതി ചെയ്യേണ്ടത്. ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരമാണ് വിഷയം. ശബരിമല ക്ഷേത്രത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്നത് അവിടെ എത്തുന്ന തന്ത്രിക്കോ അവിടുത്തെ ഭരണ ഊഴാളന്മാരായിട്ടുള്ള 12 രാജകൊട്ടാരത്തിനോ അതുപോലെ ഭക്തജന സംഘടന പ്രതിനിധികൾക്കോ ആ ശബരിമല യാതൊരു കാര്യവുമില്ല. അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിശ്ചയിക്കുന്നത് സർക്കാരാണ്. ഒരു മതേതര സർക്കാർ എന്തിനാണ് ക്ഷേത്രഭരണം കൈയാളുന്നത്? ചോദ്യം അതാണ്, ന്യായമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ LDFിനും UDFിനും സാധിക്കുമോ?
ഇല്ല എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, 2021 ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വഴിത്തിരിവാണ്. ഒരു വലിയ സാമൂഹ്യ സമത്വത്തിൻ്റെയും സാമൂഹ്യ പരിവർത്തനത്തിൻ്റെയും ശക്തമായ കൊടുങ്കാറ്റ് തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് ഇവിടെ കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും ചെയ്യാൻ തൊഴിലും കയറിക്കിടക്കാൻ പാർപ്പിടവും വിദ്യാഭ്യാസ സൗകര്യവും എല്ലാം കൊടുത്തുകൊണ്ട് ഈ കേരളത്തിൻ്റെ ജനങ്ങളുടെ ഐശ്വര്യവും ക്ഷേമവും മാത്രം നിർത്തിക്കൊണ്ട് ഇതാ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ജനവിധി അതായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഭാരത് മാതാ കി, भारत माता की नमस्कारम. एनडीए लीडर्स, कार्यकर्ता, sisters and brothers, it is a delight to be among you. This is the blessed land of the Sri Ananta Padmanabha Swami Temple. I had the opportunity of praying there about 2 years ago. This is also the land of the Attakal Bhagavati Temple. I bow to Mother Attukalamma. I pay my respect to the Velyani Devi Temple and Ajimala Mahadeva Temple. This is a city of social reform. Thanks to the association with Sri Narayan Guru and Mahatma Ayankali. It is a city of learning due to the link with greats like Chattappi Swamikal. It is a city of culture. Who can forget King Swati Thirunal Ramavarma and Raja Ravi Verma? And this is a city of courage seen through the success of King Martand Verma. നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ മണ്ണ് അനുഗ്രഹീതമായിട്ടുള്ള മണ്ണാണ്. അനന്ത പത്മനാഭസ്വാമിയുടെ മണ്ണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് എനിക്കവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായി. ഇത് ആറ്റുകാലമ്മയുടെ മണ്ണാണ്. ഞാൻ ആറ്റുകാലമ്മയെ വണങ്ങുന്നു. വെള്ളായണി ശ്രീ ഭദ്രകാളിയെ വണങ്ങുന്നു. ആഴിമല ശ്രീ മഹാദേവനെ വണങ്ങുന്നു. ഈ നഗരം ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും കർമ്മമണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം സാമൂഹ്യ നവോത്ഥാനത്തിന്റെ നഗരമാണ്. ഈ നഗരം ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തന മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം അറിവിന്റെ നഗരമാണ്. ഈ നഗരം സ്വാതി തിരുനാളിന്റെയും രാജാ രവിവർമ്മയുടെയും പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം സാംസ്കാരിക നഗരമാണ്. മാർത്താണ്ഡവർമ്മയുടെ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്ക് വേദിയായിരുന്ന നഗരമാണ്. അതുകൊണ്ട് ഇത് പരാക്രമത്തിന്റെ നഗരമാണ്. Friends, my first rally today was in the cultural city of Madurai. Then I went to the
land of Lord Ayappa. Then after that, I used really in the coastal part of Tamil Nadu. And now, on this lovely evening, in this lively stadium, I am among you all. The capital of Kerala has a special link with BJP. Our first ever seat in the Kerala Assembly came from this part of the state. Friend, this rally in Thiruvananthapuram is my last rally during this campaign season in the south. I have travelled to Puducherry, Tamil Nadu and Kerala. There is a huge wave of support for NDA in these states and union territory. The people see our party and alliance as the best suited alliance to address the development needs of society. Our alliance understands national interests and regional aspirations. We are believers in federal structure of India. I would urge my sisters and brothers of Kerala, Tamil Nadu and Puducherry to bless NDA in the upcoming polls. സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ ആദ്യത്തെ സമ്മേളനം അത് സാംസ്കാരിക നഗരമായിട്ടുള്ള മധുരയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അയ്യപ്പൻ്റെ മണ്ണിലേക്ക് പോയി. അതിനുശേഷം തമിഴ്നാടിൻ്റെ തീരപ്രദേശത്ത് അത്യുജ്വലമായിട്ടുള്ള മറ്റൊരു റാലിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഈ സുന്ദരമായിട്ടുള്ള സായാഹ്നത്തിൽ, ഈ അതിസുന്ദരമായിട്ടുള്ള ഈ സ്റ്റേഡിയത്തിൽ നിങ്ങളോടൊപ്പം എത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ ഈ തലസ്ഥാന നഗരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഒരു പ്രത്യേക ബന്ധമുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗത്വം നൽകിയത് ഈ തലസ്ഥാന നഗരിയാണ്. സുഹൃത്തുക്കളെ, ഈ സമ്മേളനം ദക്ഷിണേന്ത്യയിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് കാലത്തെ അവസാനത്തെ സമ്മേളനമാണ്. പുതുച്ചേരിയിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലും യാത്ര ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവസരമുണ്ടായി. ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോണ്ടിച്ചേരി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വലിയൊരു തരംഗമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ നമ്മുടെ സഖ്യത്തെയും ഈ പാർട്ടിയെയും ഈ നാടിൻ്റെ വികസന ആവശ്യങ്ങൾ, വികസന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ കഴിയുന്ന മുന്നണിയും പാർട്ടിയുമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഈ പാർട്ടി ജനങ്ങൾ കാണുന്നത് പ്രാദേശികമായിട്ടുള്ള അഭിലാഷങ്ങളും ദേശീയമായിട്ടുള്ള താല്പര്യങ്ങളും ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്ന ഒരു മുന്നണിയായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ കാണുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ വേദിയിൽ നിന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ജനങ്ങളോട്, സഹോദരന്മാരോട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കൂ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ അനുഗ്രഹിക്കൂ. Friends, in Kerala, the people of the state
are convinced on two things. First, UDF and LDF are twins. They are twins of misgovernance, corruption, political violence, communalism, casteism, cronyism, nepotism, and more. The political picture in West Bengal is clear to everyone. Election after election, Congress and left are getting closer. The logical step after such closeness is a full merger of Congress and left. They can call the new party CCP, Comrade Congress Party. Second, because they are twins, UDF lacks the ability and willingness to defeat LDF. No wonder there is a surge of support in favor of NDA. സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ അവർക്ക് രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണ ബോധ്യമുണ്ട്. ഒന്ന്, ഈ UDF-ഉം LDF-ഉം അവര് ഇരട്ട സഹോദരന്മാരാണ്. അവര് ദുർഭരണത്തിൽ ഇരട്ട സഹോദരന്മാരാണ്, അഴിമതിയിൽ ഇരട്ട സഹോദരന്മാരാണ്, രാഷ്ട്രീയ ഹിംസയിൽ, രാഷ്ട്രീയ അക്രമങ്ങളിൽ ഇരട്ട സഹോദരന്മാരാണ്, വർഗീയതയിൽ ഇരട്ട സഹോദരന്മാരാണ്, ജാതീയതയിലും സ്വജന പക്ഷപാതത്തിലും അങ്ങനെ നിരവധി കാര്യങ്ങളിൽ അവർ ഇരട്ട സഹോദരന്മാരാണ്. അവര് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഈ അടുപ്പം കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അവരിങ്ങനെ രണ്ടായി നിൽക്കേണ്ട കാര്യമില്ല. അവർ പരസ്പരം ലയിക്കണം, ലയിച്ചുകൊണ്ട് ഒറ്റ പാർട്ടിയാക്കണം. എന്നിട്ടതിന് CCP എന്ന് പേരിടാം, കോമ്രേഡ് കോൺഗ്രസ് പാർട്ടി, അങ്ങനെ ഒരു പേരിടാം. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, UDF-ന് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള താല്പര്യമോ കഴിവോ ഇല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഒരത്ഭുതവുമില്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വലിയൊരു ജനപിന്തുണ, ആ ജനപിന്തുണയാണ് ഇപ്പോ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. Friends, the rise in NDA support is being driven by the youngsters, women, first-time voters and professionals of Kerala. Seeing the NDA, they are saying even people like us have a place in politics. UDF and LDF has given very uninspiring leadership to the state. Look at Thiruvananthapuram and surrounding areas. You have a minister who was supposed to help temples, but he was one of the masterminds to shower lathis on devotees in Sabrimala. Disproportionate assets, disrespect towards women, destroying public property,
This is what local UDF, LDF, MLA are doing. When the leadership is such, people will feel unhappy and disconnected from politics. സുഹൃത്തുക്കളെ, ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഈ ജനമുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് ചെറുപ്പക്കാരുടെ പിന്തുണയാണ്. ഈ ജനമുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് സ്ത്രീകളുടെ പിന്തുണയാണ്, കന്നി വോട്ടർമാരുടെ പിന്തുണയാണ്, പ്രൊഫഷണലുകളുടെ പിന്തുണയാണ്. അവരെല്ലാവരും പറയുന്നത്, അവരോരോരുത്തരും പറയുന്നത്, ഞങ്ങളെപ്പോലെയുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തെ കണ്ടുകൊണ്ട് അവർ പറയുന്നു. ഇടതുപക്ഷവും UDFും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടും ആവേശം പകരുന്ന ഒരു നേതൃത്വമല്ല നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്ഥിതി നോക്കൂ. നമ്മുടെ ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ ചുമതല ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ചുമതലയാണ്. പക്ഷേ ശബരിമലയിൽ അയ്യപ്പ വിശ്വാസികളെ ലാത്തി കൊണ്ട് നേരിടുന്നതിന് നേതൃത്വം നൽകിയ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്ന് ഈ മന്ത്രിയായിരുന്നു. മാത്രമല്ല, ബാക്കിയുള്ള MLAമാരുടെ സ്ഥിതി എന്താ? വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച MLAമാർ, സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ കാണിച്ച MLAമാർ, പൊതുമുതൽ നശിപ്പിക്കുന്ന MLAമാർ. ഇതാണ് LDFന്റെയും UDFന്റെയും MLAമാരുടെ ചെയ്തികൾ. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ അവർ അസംതൃപ്തരാകുന്നതിൽ അത്ഭുതമില്ല. അവർ രാഷ്ട്രീയത്തോട് തന്നെ പരിപൂർണമായും വിട പറയുന്നതിൽ അത്ഭുതമില്ല. Friends, let me give you a small example of how the opposition treats professionals and how the NDA does. Congress is such a shameless party that they will sacrifice any hard-working person on the altar of factional politics. Many years ago, in the battle between the I faction and A faction, the career of a patriotic scientist, Nambi Narayan, was destroyed. That is why, even though they do try, not many professionals relate with UDF. In NDA, see the place of pride Metroman Sridharan has got. Today, he is emerging as an inspiration for so many professionals. In his career, he did so much for India. Now, he wants to give back to Kerala. സുഹൃത്തുക്കളെ, ഈ പ്രതിപക്ഷം എങ്ങനെ പ്രൊഫഷണലുകളെ, അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, NDAയുടെ ബന്ധം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഠിനാധ്വാനിയായിട്ടുള്ള ഏത് വ്യക്തിയെയും അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ബലിയാടാക്കാൻ മടിക്കാത്തവരാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപേ I ഗ്രൂപ്പും A ഗ്രൂപ്പും തമ്മിലുള്ള തർക്കത്തിൽ നമ്പി നാരായണൻ എന്ന ദേശസ്നേഹിയായിട്ടുള്ള ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞന്റെ അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര ജീവിതം തന്നെ പരിപൂർണമായും അവർ അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് അവരെത്ര ശ്രമിച്ചാലും അധികമൊന്നും പ്രൊഫഷണലുകൾ UDFനോടൊപ്പം ചേരാത്തത്. എന്നാൽ NDAയുടെ കാര്യം എന്താ? NDAയിൽ
മെട്രോമാൻ ശ്രീധരൻ അദ്ദേഹത്തെ ഏത് തരത്തിലാണ് NDA ബഹുമാനിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇന്ന് രാജ്യമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് പ്രേരണയായി മാറിയിരിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം സംഭാവനകൾ നൽകി. ഇന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതേപോലെ കേരളത്തിന് അദ്ദേഹത്തിന്റെ കഴിവുകൾ സമർപ്പിക്കണം എന്ന്. Friends, under LDF there is a total hartal on governance in Kerala. The people here are talented and hardworking, but the LDF government had failed to show any forward-looking vision to solve their problems. The Kerala government neither had innovative development initiative, nor does it spend resources allotted by the center for the welfare of the people. This is happening in many sectors, including health, infrastructure, road construction, disaster management, and more. Even works happening due to multilateral frameworks are not taken seriously. സുഹൃത്തുക്കളെ, കേരളത്തിൽ സമ്പൂർണ്ണ ഹർത്താലാണ്. ഭരണത്തിനൊരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ. കേരളത്തിലെ ജനങ്ങൾ കഴിവുള്ളവരാണ്, കഠിനാധ്വാനികളാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ പുരോഗമന വീക്ഷണമുള്ള ആശയം, അങ്ങനെയുള്ള മുന്നോട്ടേക്കുള്ള വഴി, ആ വഴി അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാർ വികസനത്തിന്റെ പുതിയ മാതൃകകൾ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്ന സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നൽകുന്ന സഹായം പോലും വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ, ആരോഗ്യ മേഖലയിലെ സ്ഥിതി, പശ്ചാത്തല വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ, അതുമാത്രമല്ല ദുരന്ത നിവാരണത്തിന്റെ മേഖലയിൽ, അങ്ങനെ നിരവധി മേഖലകളിൽ, ആ മേഖലകളിലൊക്കെ കേന്ദ്രം നൽകുന്ന സഹായം, ആ സഹായം വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Friends, Thiruvananthapuram is a fast growing urban center. In fact, entire Kerala's urban population is rapidly rising. For the work hours, LDF and UDF, this is a challenge. But we see this as an opportunity. Rapid urbanization means there is a necessity for rapid urban transformation, which we are doing. To start with, we have addressed the challenge of poor housing facilities through PM Awas Yojana. This initiative has ensured sanction of 1.11 crore affordable housing in urban areas across India. These houses which are being built are in line with local requirements. Through the Jal Jeevan Mission, we are working to ensure tap water connection to the houses. I am sad to share that the attitude of the Kerala government towards this initiative is not positive. That is why it is important for Kerala to have
a NDA government. സുഹൃത്തുക്കളെ, തിരുവനന്തപുരം അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരപ്രദേശമാണ്. വാസ്തവത്തിൽ കേരളത്തിലെ നഗര ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പണിയും എടുക്കാൻ താല്പര്യമില്ലാത്ത UDF-ഉം LDF-ഉം ഇതവർക്ക് അവരുടെ മുന്നിൽ ഒരു കീറാമുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം ഈ വെല്ലുവിളി ഒരവസരമായിട്ട് കാണുകയാണ്. വാസ്തവത്തിൽ അതിവേഗമുള്ള നഗരവൽക്കരണം ആവശ്യപ്പെടുന്നത് നഗരമേഖലകളിൽ പുതിയ സൗകര്യങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള പരിവർത്തനമാണ് ആവശ്യപ്പെടുന്നത്. അതാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നഗരങ്ങളിലെ താരതമ്യേന മോശമായിട്ടുള്ള താമസ സൗകര്യങ്ങളുടെ വ്യവസ്ഥ, ആ താമസ സൗകര്യങ്ങളില്ലായ്മ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് 1,11,00,000 വീടുകൾ ഈ രാജ്യത്തെ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ പണിതിരിക്കുകയാണ്. ഇത് പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം എല്ലാ വീടുകളിലും കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുകയാണ്. വളരെ വിഷമമുണ്ട് പറയാൻ, കേരള സർക്കാരിൻ്റെ സമീപനം ഈ കാര്യങ്ങളോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമല്ല കേരള സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്. Friends, let me share a fact with you. When our government was formed in 2014, only 5 cities had metro services. Today, 18 cities have metro rail service. In a decade before 2014, only 225 kilometers of metro line was operational. More than 450 kilometers of metro network has been commissioned in the last 6 years. A rapidly urbanizing state like Kerala needs NDA delivery-centric approach, not delay-centric approach of UDF and LDF. സുഹൃത്തുക്കളെ, മറ്റൊരു വസ്തുത കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സർക്കാർ 2014 രൂപീകരിച്ചപ്പോൾ രാജ്യത്ത് കേവലം 5 നഗരങ്ങളിൽ മാത്രമേ മെട്രോ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് രാജ്യത്തെ 18 നഗരങ്ങളിൽ ഇന്ന് മെട്രോ സർവീസുകളുണ്ട്. 2014 മുമ്പുള്ള 10 വർഷക്കാലം, ഒരു ദശാബ്ദക്കാലം, ആ ദശാബ്ദക്കാലം കൊണ്ട് പണിതത് കേവലം 225 കിലോമീറ്റർ മെട്രോ ലൈനാണ്. പക്ഷേ കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ അതിൻ്റെ ഇരട്ടി 450 കിലോമീറ്റർ മെട്രോ നെറ്റ്വർക്ക്, മെട്രോ റെയിൽ നമ്മൾ പണിതിരിക്കുന്നു. കേരളം പോലെയുള്ള അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ആവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുന്ന ഒരു സമീപനമാണ്. അതല്ലാതെ UDF-ന്റെയും LDF-ന്റെയും വികസനത്തിന് കാലവിളംബമുണ്ടാക്കുന്ന ഒരു സമീപനമല്ല. Friends, I am aware that cyclones and floods have caused
much damage and destruction across Kerala. Our government creating a strong disaster management system. This system will be powered by technology, latest innovations, and involving local communities. We cannot prevent the next natural disaster, but we can surely be well prepared all the time. സുഹൃത്തുക്കളെ, വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റുമൊക്കെ കേരളത്തിലുടനീളം ഏറെ ദുരന്തം വിതച്ചിട്ടുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദുരന്ത നിവാരണ സംവിധാനം, ആ ദുരന്ത നിവാരണ സംവിധാനം ശക്തമായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ സംവിധാനം അത് ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിരിക്കും. ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ അധിഷ്ഠിതം, അതോടൊപ്പം പ്രാദേശിക ജനസമൂഹത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയായിരിക്കണം. നമുക്ക് അടുത്ത പ്രകൃതി ദുരന്തത്തെ, ആ ദുരന്തത്തെ തടയാനാവില്ല, പക്ഷേ നമുക്കതിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും എന്നേക്കുമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കും. Friends, the NDA government is making a serious effort to increase the usage of technology among people. Our GeM Trinity of Jan Dhan, Aadhaar and mobile had led to large savings. The center is working on ensuring high-speed internet and fast public Wi-Fi in both urban as well as rural centers. These steps will boost ease of doing business and ease of living. Our initiatives like the Startup India program, Mudra loans and more are helping the youth in Tier 2 and Tier 3 cities. I would also like to assure our fishermen that the NDA government will always safeguard their interest. Our PM Matsya Sampada Yojana is a comprehensive scheme to modernize the sector. സുഹൃത്തുക്കളെ, ദേശീയ ജനാധിപത്യ സഖ്യം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അത് ജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജൻധൻ, ആധാർ, മൊബൈൽ ഇത് മൂന്നും ചേർന്നിട്ടുള്ള ജാം അത് വലിയ തോതിൽ നമുക്ക് സമ്പാദ്യം, നമ്മുടെ ജനങ്ങളുടെ സമ്പാദ്യം, ആ സമ്പാദ്യശീലം വളർത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിവര സാങ്കേതിക വിദ്യയിൽ ഇന്റർനെറ്റ് കണക്ഷൻ, വേഗതയാർന്ന ഇന്റർനെറ്റ് കണക്ഷൻ അത് ഉറപ്പുവരുത്താൻ, അതോടൊപ്പം പൊതുസ്ഥലങ്ങളിൽ വേഗതയാർന്ന വൈഫൈ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളുടെ ജീവിക്കാനുള്ള ക്ലേശങ്ങൾ ഇല്ലാതാക്കും. ഈ സംവിധാനങ്ങൾ വ്യാപാര വ്യവസായ മേഖലകളിൽ, ആ മേഖലകളിൽ കൂടുതൽ ഉത്തേജനം നൽകും. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടി, മുദ്ര വായ്പ, ഇതൊക്കെ ധാരാളം യുവാക്കൾക്ക് നമ്മുടെ മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല മറ്റ് ചെറുകിട നഗരങ്ങളിൽ ഉൾപ്പെടെ ധാരാളം യുവാക്കൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഞാൻ മത്സ്യബന്ധന മേഖലയിലുള്ള സഹോദരന്മാർക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. മത്സ്യബന്ധന മേഖലയുടെ താല്പര്യങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സർക്കാരാണ് NDA സർക്കാർ.
ഇന്ന് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആ മേഖലയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട്. Friends, our focus is also health and education. In the last 7 years, numbers of IITs, IIMs have increased. We want to encourage medical and technical education in local languages. This will help the youth. സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഈ രണ്ട് മേഖലകളിലും കൂടുതൽ ഊന്നൽ നൽകാൻ സർക്കാർ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ നിരവധി IITകൾ, നിരവധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ ഇതെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ പ്രാദേശിക ഭാഷകൾ, ആ ഭാഷകളിലുള്ള വിദ്യാഭ്യാസം, അതിനു വേണ്ടിയിട്ട് ചെറുപ്പക്കാർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ആ പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലുള്ള വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം നൽകാൻ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. Friends, you gave UDF and LDF many years. They only let you down. In a year, independent India turns 75. The next 25 years will be crucial for us. Bless the NDA so that we can work hard and create the Kerala you dreamed of. Thank you for coming and joining this rally. സുഹൃത്തുക്കളെ, നിങ്ങൾ ഏറെ വർഷങ്ങളായിട്ട് UDFനും LDFനും അവസരങ്ങൾ നൽകി. പക്ഷേ അവർ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അടുത്ത വർഷം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 75 വർഷം പൂർത്തിയാക്കുകയാണ്. അടുത്ത 25 വർഷങ്ങൾ നിർണായകമായിട്ടുള്ള ഒരു കാലമാണ്. കേരളം, നിങ്ങൾ കണ്ട സ്വപ്നം കണ്ട കേരളം, ആ കേരളം സൃഷ്ടിക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്താൻ, അതിനു വേണ്ടിയിട്ട് NDA അനുഗ്രഹിക്കൂ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും Thank you very much. Namaskaram.